പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ക്രിഷ്. ഇതിൻ്റെ ഭാഗമായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു. ഇതേ സമയം കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത്. മാനസയുമായുള്ള വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് എൻഗേജ്മെന്റിന്റെ സമയവും വന്നെത്തുന്നു. ഇതോടെ താൻ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ക്രിഷ്. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൺമണിയെ കൃത്യമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ സർപ്രൈസ് പൊട്ടിക്കുകയാണ്. കൺമണിയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുകയും പ്രതീക്ഷകൾ തകർത്ത് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺമണിയുമായുള്ള പ്രണയം തുടങ്ങിയിട്ട് കുറെ നാളായി എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് അവളെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് കൺമണി. മാത്രവുമല്ല, ഈ എൻഗേജ്മെന്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ് എന്ന് ക്രിഷ് തുറന്നു പറയുകയും എനിക്ക് മാനസികമായി വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ് മാനസ. ഇതേ സമയം കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുന്നു. ഇതേ സമയം മാനസ കൺമണിയുടെ മുന്നിലേക്ക് വരികയും നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. നിന്നെ നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ കണ്ടത്, പക്ഷേ നീ എൻ്റെ ജീവിതം തകർക്കുകയാണ് ചെയ്തത്. ഇതൊരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല എന്ന് മാനസ പറയുന്നു. എന്നാൽ മാനസയോട് മാനസ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നും ഞാൻ മാനസയെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു കൺമണി. ഇത് കേൾക്കുന്ന മാനസ, കൃഷ്ണനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ഇത്രയും കളികൾ കളിച്ചത് എന്നും നിനക്കും അറിയാം. എന്നിട്ടും അവസാന നിമിഷം കൃഷ്ണനെ നീ എന്നിൽ നിന്ന് അകറ്റി. ഇതൊരിക്കലും എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാനസ പോകുന്നു. ഇതേ സമയം മുന്നിലേക്ക് കയറി വരുന്ന സുജി, നീ വീട്ടിലേക്ക് വന്ന് കയറിയത് തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. നീ അങ്ങനെ വെറുതെ വീട്ടിലേക്ക് വരികയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നുവെന്നും പക്ഷേ എൻ്റെ വീട്ടിൽ മരുമകളായി വരാമെന്നുള്ള നിന്റെ മോഹം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിന്നെ വീട്ടിലേക്ക് ഞാൻ കയറ്റുക കൂടിയില്ല എന്നും ഇനി മരുമകളായി വിലസാമെന്ന് നീ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് വെറുമൊരു വ്യാമോഹം തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്നും തന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ സുജി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം സാഗറാകട്ടെ സത്യങ്ങൾ എന്താണ് എന്ന് അറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. ആരെയാണ് താൻ വിശ്വസിക്കേണ്ടത്? തൻ്റെ മകൻ പറഞ്ഞ കാര്യമാണോ എന്നുള്ള കാര്യം വീണ്ടും മനസ്സിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് സാഗർ കൺമണിയെ ചെന്ന് നോക്കുന്നു. ഇതോടെ കൺമണി ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രൂപേണ തിരികെ നോക്കിയതിനെ തുടർന്ന് സാഗർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് സാഗർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സാഗർ കൃഷ്ണനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കൃഷ്ണനോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയും ഉരുണ്ട് കളിക്കാതെ സത്യങ്ങൾ തനിക്ക് അറിയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു.
നീയും കൺമണിയും തമ്മിൽ പ്രണയബന്ധം ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കൺമണിയെ നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം. കൺമണിക്കും നിന്നോട് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തിനാണ് നീ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം തനിക്ക് അറിയണം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. മാനസിയെ വിവാഹം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് അറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ നാടകം കളിച്ചത് അച്ഛാ. ഇത് കേട്ടതിനെ തുടർന്ന് ഇത് നിനക്ക് ആദ്യമേ പറയാമായിരുന്നില്ലേ? എൻഗേജ്മെന്റിന്റെ ദിവസം വരെ വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതെല്ലാം നിന്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തെറ്റ് പറ്റിപ്പോയി എന്നും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ കൺമണിയെ ഉപയോഗിച്ചത് എന്ന് കൃഷ് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ അങ്ങനെ ചെയ്തതുകൊണ്ട് കൺമണി ഇനി എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് നിനക്ക് അറിയാമോ എന്ന് സാഗർ ചോദിക്കുകയാണ്. ആ പാവം പെൺകുട്ടി ഇനിയാണ് വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കാൻ പോകുന്നത് എന്നും മാനസിയും അതുപോലെ തന്നെ നിന്റെ അമ്മയും ഇനി അവളോട് എന്തൊക്കെ ക്രൂരതയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമാണ് അറിയാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അവളോട് ഈ കാര്യങ്ങൾ താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃഷ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്ന സാഗറിനോട് മാനസ തൻ്റെ തലയിൽ നിന്ന് ഒഴിവായ സ്ഥിതിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് യാതൊരു പ്ലാനും ഇല്ല എന്ന് അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന സാഗർ കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ ഇനി സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ഇനിയാണ് ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ള വാണിംഗ് നൽകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സാഗർ കൺമണിയെ ചെന്ന് കാണുകയാണ്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നതായി സാഗർ പറയുകയും അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ മനസ്സിലാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിന്നെ സഹായിക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് എന്നും അതോർത്ത് എനിക്ക് വിഷമമുണ്ട് എന്ന് സാഗർ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതെല്ലാം എൻ്റെ ജാതകദോഷം കാരണമുണ്ടാകുന്നതാണ് എന്ന് കൺമണി അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.